إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما إن ربك يبسط الرزق لمن يشاء ويقدر إنه كان بعباده خبيرا بصيرا ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ പടച്ച തമ്പുരാന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കുവാൻ അവന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ എല്ലാ സാഹചര്യങ്ങളിലും മുറുകെ പിടിക്കുവാൻ എന്നോടും നിങ്ങളോടും വളരെ ആത്മാർത്ഥമായി ഉണർത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. അത്തരുണത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാനും അവസാനം റബ്ബുൽ ഇസ്സത്തിനെ കണ്ടുമുട്ടാനുമുള്ള തൗഫീഖ് നൽകി അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഇന്നത്തെ ദുനിയാവിൽ എല്ലാ ആളുകളും വളരെയധികം തിരക്ക് പിടിച്ച ജീവിതത്തിലാണുള്ളത്. നിങ്ങളെല്ലാവരും മനസ്സ് തുറന്ന് ഒന്ന് ചിന്തിച്ചാൽ, മുമ്പ് ഒരുപാട് കുടുംബാംഗങ്ങൾ, നമ്മൾ എന്നും നമ്മുടെ മാതാപിതാക്കളോടൊപ്പം വിരുന്നു പോയിരുന്ന ഒരുപാട് വീടുകൾ, നമ്മൾ എണ്ണി എണ്ണി പറഞ്ഞിരുന്ന ഒരുപാട് ബന്ധുക്കൾ, അവരൊക്കെയും ചെന്നു പോയി കാണുക എന്നതൊക്കെ ഒരുപാടധികം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മളുള്ളത്. കുടുംബ ബന്ധങ്ങൾ മുറിഞ്ഞതിന്റെ പേരിലൊന്നുമല്ലെങ്കിലും പലപ്പോഴും ആ ബന്ധങ്ങൾ ചേർത്ത് പിടിച്ച് പുലർത്തിപ്പോരാൻ തിരക്ക് പിടിച്ച കാരണത്താൽ നമുക്ക് സാധിക്കാറില്ല. വർഷങ്ങളിലോ 10 വർഷങ്ങൾക്കിടയിലോ ഉള്ള കുടുംബ സംഗമങ്ങളൊക്കെ നടക്കുമ്പോൾ ആളുകൾ പരസ്പരം സലാം ചൊല്ലി കെട്ടിപ്പിടിക്കുന്നതൊക്കെ കണ്ടാൽ വിചാരിക്കും, ഈ മനുഷ്യന്മാർ രണ്ടുപേരും ആ നാട്ടിൽ ഇത്രയും കാലം ഇല്ലായിരുന്നു എന്നൊക്കെയാണ്. പലപ്പോഴും തൊട്ടടുത്ത യൂണിറ്റിലോ 4-5 കിലോമീറ്റർ ദൂരത്തിലോ ഉള്ള വളരെ വേണ്ടപ്പെട്ട, എന്നും നിർബന്ധമായി കാണേണ്ടതായ ആളുകൾ വരെ വർഷങ്ങളോളം കാണാൻ കഴിയാത്ത വിധം തിരക്കിലാണ്. എല്ലാവർക്കും തിരക്കാണ്. എന്തിനുള്ള തിരക്കാണ്? നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. എല്ലാവരും ഉപജീവന മാർഗവും തേടി ഓടുകയാണ്. ചെറിയ മക്കളടക്കം അവരുടെ ദൈനംദിന ചെലവിന് വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ജോലി വേണം, പെട്ടെന്ന് തന്നെ എവിടെയെങ്കിലും കയറണം എന്നിത്യാദി ചിന്തകളിലാണ്. മുമ്പ്
നമ്മുടെ വീടിന്റെ ഓരങ്ങളിലും കവലകളിലുമെല്ലാം ഇരുന്നിരുന്ന ഒരു യുവസമൂഹമുണ്ടായിരുന്നു. ഇന്നങ്ങനെ വെറുതെ ഇരിക്കുന്ന യുവാക്കളെയൊക്കെ കാണുക എന്നത് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എല്ലാവർക്കും ദൈനംദിന കാര്യങ്ങൾക്ക് തന്നെ നല്ല എമൗണ്ട് വേണ്ടിവരുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണ് നമ്മളുള്ളത്. നിലവിലുള്ളതൊക്കെയും ചെലവഴിച്ചാൽ തികയാത്ത വിധത്തിലാണ് നമ്മുടെ ജീവിത ശൈലി കിടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഉപജീവന മാർഗം സ്വീകരിക്കുക എന്നത് നമുക്കെല്ലാവർക്കും നിർബന്ധമുള്ള കാര്യമായി മാറിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു മുസ്ലിം എന്ന നിലക്ക് അള്ളാഹുവിന്റെ ഖജനാവിൽ നിന്ന് അവന്റെ ഉപജീവന മാർഗം തേടിക്കൊണ്ടിറങ്ങുന്ന ഒരു സത്യവിശ്വാസിക്ക് ആ ഖജനാവിൽ നിന്ന് അല്പം കിട്ടണമെങ്കിൽ മുസ്ലിമാണോ പ്രിയപ്പെട്ടവരെ, ചില നിബന്ധനകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. അവന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റിസ്ക് ലഭിക്കാനുള്ള മാർഗങ്ങൾ പലതരത്തിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഇസ്രായിലെ വചനമാണ് ഞാൻ ഓതി വച്ചിട്ടുള്ളത്. ഇന്ന റബ്ബക യബ്സുതു റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ. നിശ്ചയമായും നിന്റെ നാഥൻ അവൻ ഇച്ഛിക്കുന്നവർക്ക് ഉപജീവന മാർഗം ധാരാളമായി നൽകുന്നു. റബ്ബക യബ്സുതു റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ. എന്നാൽ ചില ആളുകൾക്ക് പടച്ച തമ്പുരാൻ ഉപജീവന മാർഗത്തിൽ കുറവ് വരുത്തുകയും ചെയ്യുന്നു. അവൻ തന്റെ ദാസന്മാരെ നന്നായി അറിയുന്നവനാണ്. അതുകൊണ്ടാണ് പടച്ച തമ്പുരാൻ ചില ആളുകൾക്ക് ഒരുപാട് നൽകുന്നതും ചില ആളുകൾക്ക് അതിൽ കുറവ് വരുത്തുന്നതും. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് അൻകബൂത്തിൽ നമുക്ക് കാണാം, അതേ ആയത്ത് പറയുന്നുണ്ട്, അല്ലാഹു യബ്സുതു റിസ്ഖ ലിമൻ യശാഉ മിൻ ഇബാദിഹി വയഖ്ദിറു ലഹു ഇന്നല്ലാഹ ബികുല്ലി ഷൈഇൻ അലീം. അല്ലാഹു തന്റെ ദാസന്മാരിൽ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉപജീവനത്തിൽ വിശാലത വരുത്തുന്നു. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ അല്പം ഇടുക്കവും ഞെരുക്കവും വരുത്തുന്നു. അല്ലാഹു എല്ലാ കാര്യങ്ങളെപ്പറ്റിയും നന്നായി അറിയുന്നവനാണെന്ന് സൂറത്ത് അൻകബൂത്തിലും 62-ാമത്തെ വചനത്തിൽ, ഒന്ന് സൂറത്ത് ഇസ്രായിൽ 30-ാമത്തെ വചനത്തിൽ. പ്രിയപ്പെട്ടവരെ, ചില ആളുകൾക്ക് അല്ലാഹു റിസ്ക് ഒരുപാടധികം നൽകുന്നു, നമ്മൾ കാണുന്നുണ്ട്. ചില ആളുകൾക്ക് പടച്ച തമ്പുരാൻ അയാൾ എന്ത് മലക്കം മറിഞ്ഞാലും ശരി, ആ റിസ്ക് അല്പം എന്തായിരിക്കും, ത്വര്യപ്പെടുത്തിയിട്ടുണ്ടാകും, ചെറുതാക്കിയിട്ടുണ്ടാകും, ചിലത് ഞെരുക്കിയിട്ടുണ്ടാകും, ഇടുങ്ങിയതാക്കിയിട്ടുണ്ടാകും, ചെറുതാക്കിയിട്ടുള്ളതായിരിക്കും. എന്തു തന്നെയായാലും പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമ്മെ അറിയുന്ന, ആ രണ്ടായത്തിലും പറഞ്ഞില്ലേ, നിങ്ങളെപ്പറ്റി കൃത്യമായി അറിയുന്നവനാണ് നാഥൻ. അതുകൊണ്ടാണ് പടച്ച തമ്പുരാൻ അങ്ങനെ നൽകുന്നത്. എന്നാൽ ആ നമുക്ക് ലഭിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ലഭിക്കേണ്ടതായ റിസ്ക് ഒരൽപ്പം പോലും തടയപ്പെടാതെ അത് ലഭിക്കേണ്ടതുണ്ട്. അള്ളാഹു നിശ്ചയിച്ചത് തന്നെ തടയപ്പെടാൻ സാധ്യതയുണ്ട്. അള്ളാഹു നിശ്ചയിച്ചത് തന്നെ ലഭിക്കാതാവാൻ സാധ്യതയുണ്ട്. അള്ളാഹു നിശ്ചയിച്ച് തന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. അതിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം റിസ്ക് ലഭിക്കാനുള്ള 10 മാർഗങ്ങൾ പണ്ഡിതന്മാരുടെ കിതാബുകളിലൂടെ നമ്മൾ വായിക്കുകയാണ്. ഒന്നാമതായി അതിന് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്, ഒന്നാമതായി നമുക്ക് വേണ്ടത് തഖ്വല്ലാഹ്, അള്ളാഹുവിനെ പറ്റിയുള്ള സൂക്ഷ്മതയാണ്, തഖ്വയാണ്. ആ സൂക്ഷ്മത ഉണ്ടാവുക എന്നതാണ്. നിങ്ങൾക്കറിയുമോ, ഇത്തഖുല്ലാഹ് എന്ന് പരിശുദ്ധ ഖുർആനിൽ 54ഓളം തവണ ആവർത്തിച്ച് പലയിടങ്ങളിലായിട്ട് പറയുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക സത്യവിശ്വാസികളെ എന്ന് വിളിച്ച് 7ഓളം ആയത്തുകൾ. ഇന്ന് തന്നെ എല്ലാ ഖുതുബയിലും നമ്മൾ 2 ആയത്തുകൾ കേൾക്കുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ ഹഖ തുഖാതി, യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ. അതുപോലെ യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ വബ്തഗൂ ഇലൈഹിൽ വസീല, യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ വദറൂ മാ ബഖിയ മിനർ റിബ, യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ വകൂനു മഅസ് സ്വാദിഖീൻ. അങ്ങനെ പ്രിയപ്പെട്ടവരെ, നിരവധി ആയത്തുകൾ ആവർത്തിച്ച് ഓതുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. ആ ആയത്തിലൊക്കെ ആരോടാ അല്ലാഹു സൂക്ഷിക്കാൻ പറയുന്നത്? വിശ്വാസം സ്വീകരിച്ച ആളുകളോടാണ്, മുഅ്മിനീങ്ങളായ ആളുകളോടാണ് അല്ലാഹു പറയുന്നത്, സൂക്ഷിക്കുവിൻ, നിങ്ങൾ സൂക്ഷിക്കുവിൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഅദിൻ. അങ്ങനെ നിരവധി ആയത്തുകൾ
അങ്ങനെ പ്രിയപ്പെട്ടവരെ, ഒരുപാടിടങ്ങളിലായിട്ട് അള്ളാഹനെ സൂക്ഷിക്കുവാൻ പറയുന്നുണ്ട്. അള്ളാഹുവിനെ കൃത്യമായി സൂക്ഷിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ റിസ്ക്, ഉപജീവന മാർഗം നേരാക്കി കൊടുക്കുമെന്നാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു തലാഖിൽ നമുക്ക് കാണാം, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. ആർ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നുവോ അവനൊരു പോംവഴി ഉണ്ടാകും എന്ന് പരിശുദ്ധ ഖുർആൻ. അള്ളാഹനെ സൂക്ഷിച്ചാൽ എന്തിനും ഒരു പോംവഴി ഉണ്ടാകും. പോംവഴി കാണാൻ പലപ്പോഴും അള്ളാഹുവിനെ മറക്കുന്നവരാ നമ്മൾ. അവസാനം ഗതിമുട്ടിയാൽ, അല്ലേ, സാമ്പത്തികമായ പ്രശ്നം, അത് പരിഹരിക്കാനുള്ള അവസാന വഴി നമ്മൾ കാണുക അള്ളാഹനെ വിടുക എന്നുള്ളതാണ്. അള്ളാഹനെ വിടുക എന്ന് പറഞ്ഞാൽ അള്ളാഹനെ പേടിക്കാത്ത പണിയെടുക്കുക, അനാവശ്യമായ മാർഗത്തിലൂടെ സമ്പാദിക്കുക, അതാണ് ഒരു മാർഗം. അന്യരുടെ തിന്നുക, അതാണ് ഒരു മാർഗം. അള്ളാഹു അവന്റെ റസൂലും വിലക്കിയിട്ടുള്ള ചെയ്യരുത്, അരുതൊരിക്കലും എന്ന് പറഞ്ഞ പലിശയുമായി ബന്ധപ്പെടുക, അതാണ് ഒരു മാർഗം. ആളുകളെ കബളിപ്പിച്ച് പണമുണ്ടാക്കുക, അതാണ് ഒരു മാർഗം. പണമുണ്ടാക്കാൻ, റിസ്ക് ലഭിക്കാൻ സാധിക്കാത്തൊരിടം വന്നു കഴിഞ്ഞാൽ പലപ്പോഴും അള്ളാഹനെ വിടുന്നവരാ നമ്മളെല്ലാരും. ആലോചിച്ച് നോക്ക്, ഗർഭാശയത്തിലെ കുഞ്ഞിന് 5ാമത്തെ മാസത്തെ സ്കാനിങ്ങിൽ കുട്ടിക്ക് നല്ല നല്ല പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. ഡൗൺ സിൻഡ്രോം പോലുള്ള മാരകമായ രോഗം നിങ്ങളുടെ കുട്ടിക്ക് പിടിപെടാൻ സാധ്യതയുണ്ട്. ബുദ്ധിയില്ലായ്മയും കാഴ്ചയില്ലായ്മയും കേൾവിക്കുറവും കൈകാലുകളുടെ ബലക്ഷയവും അതിന്റെ വിരൂപതയും മൂക്കില്ലായ്മയും മൂക്കിന്റെ നെസൽ ബോൺ ഇല്ലാത്തവസ്ഥയും ഹാർട്ടിന് ഹോളും, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കാണുന്നു. അതുകൊണ്ട് നിങ്ങൾ ആ കുഞ്ഞിനെ ഒഴിവാക്കണമെന്ന് പറയുമ്പോൾ ഉപജീവന മാർഗത്തിന് വല്ല പ്രയാസവും ഉണ്ടാകുമോ? താൻ ഉപജീവന മാർഗം ശേഖരിച്ചു വെച്ചിരിക്കുന്ന സമ്പാദ്യം ആ കുട്ടിയിലൂടെ തകർന്ന് തരിപ്പണമാകുമോ എന്നൊക്കെയുള്ള ഭീതിയിൽ ആളുകൾ അത് ഇട്ടു പോകുന്ന ആളുകളുണ്ട്, ഉപേക്ഷിക്കുന്നവരുണ്ട്, നശിപ്പിക്കുന്നവരുണ്ട്. എന്നാൽ പലപ്പോഴായി ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മുടെ കൂടെയുള്ള ഏതെങ്കിലും പോരായ്മയുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ദുർബലതയുള്ള ആളുകൾ നമ്മുടെ ലൈഫിലേക്ക്, കുടുംബത്തിലേക്ക് വന്ന അന്നായിരിക്കും നമ്മളുടെ സമ്പാദ്യം പടർന്ന് പന്തലിച്ചിട്ടുണ്ടാവുക. ആ ആളെ സംരക്ഷിക്കുന്നത് കാരണത്താലായിരിക്കും അള്ളാഹു എല്ലാ ദിവസവും വൈകുന്നേരമാകുമ്പോഴേക്കും തനിക്ക് സുഭിക്ഷമായി ഭക്ഷിക്കാനുള്ള പണം തന്റെ ഗൂഗിൾ പേയിൽ അള്ളാഹു എത്തിക്കുന്നത് അതുകൊണ്ടായിരിക്കും. ആ മനുഷ്യനാണ് പ്രിയപ്പെട്ടവരെ, ആ ദുർബലതയുള്ള മനുഷ്യനെ, ആ കുട്ടിയെ പരിചരിക്കുന്ന, സ്നേഹിക്കുന്നതിന്റെ കാരണത്താലായിരിക്കും അള്ളാഹു നമുക്ക് നല്ല ആഫിയത്ത് പോലും തന്നിട്ടുണ്ടാവുക. ചില ആളുകൾ ആത്മാർത്ഥമായിട്ട് മാസങ്ങളോളം പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ഗർഭാശയത്തിലെ കുട്ടിക്ക് കുഴപ്പമുണ്ടെന്ന് ഡോക്ടർമാർ പലവരും പറഞ്ഞിട്ടും പ്രസവിച്ച ശേഷം ഒരു പ്രയാസവുമില്ലാതെ എളുപ്പത്തിൽ ആ കുഞ്ഞിനെ കൈകളിലേക്ക് കിട്ടിയവരില്ലേ? അവർ അള്ളാഹുവിനെ സൂക്ഷിച്ചു, അവർ ഭയന്നു, അവർ ആത്മാർത്ഥമായിട്ട് പടച്ചവനോട് പ്രാർത്ഥിച്ചു. അതുകൊണ്ട് തന്നെ അള്ളാഹു അവർക്ക് പോംവഴി ഉണ്ടാക്കി കൊടുത്തു. അടുത്ത ആയത്തിൽ അല്ലാഹു പറയാ, വയർസുഖുഹു, അവൻ നിങ്ങൾക്ക് ഉപജീവനം നൽകും, മിൻ ഹൈതു ലാ യഹ്തസിബ്, നിങ്ങൾ ഒരിക്കലും വിചാരിക്കാത്ത മാർഗത്തിലൂടെ, നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾ കണക്കാക്കാത്ത വഴിയിലൂടെ അല്ലാഹു അയാൾക്ക് ഉപജീവനം നൽകും. നമ്മുടെ നാട്ടിലൊക്കെ ചെറിയ പാവപ്പെട്ട കുടുംബങ്ങളിലെ ചില പെൺകുടിമാരുടെ വിവാഹങ്ങളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ആലോചിച്ച് നോക്ക്, ശനിയാഴ്ച രാത്രിയാണ് കല്യാണമെങ്കിൽ ശനിയാഴ്ച ഉച്ചവരെ ഒരു പൈസയുമില്ലാത്ത വാപ്പാന്റെ കൈകളിലേക്ക് പണം ഇങ്ങനെ ഒഴുകി വരികയാണ്. അള്ളാഹുവിന്റെ ഫضل ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. വിവാഹം സന്തോഷത്താൽ കഴിയുന്നു, ആ കുട്ടി രക്ഷപ്പെടുന്നു. ഓപ്പറേഷനുകളിൽ എന്താണ് പടച്ചോനെ ഞാൻ ചെയ്യാ എന്ന് വിചാരിച്ച് വളരെ വൈകാരികമായി പ്രയാസപ്പെടുന്ന കുടുംബങ്ങളിൽ ഓപ്പറേഷൻ സുഗമമായി നടക്കുന്നു. അയാൾ വിചാരിക്കാത്ത വഴികളിലൂടെ, അല്ലേ? ഒരിക്കലും മക്കയിൽ പോകാൻ, ഉംറ ചെയ്യാൻ, ഹജ്ജ് ചെയ്യാൻ തനിക്കാവില്ലെന്ന് ഉറച്ചു വിശ്വസിച്ച, എന്നാൽ ആഗ്രഹിക്കുന്ന ഒരു മുസൽമാന് ഉംറ നിർവഹിക്കുവാൻ, ഹജ്ജ് നിർവഹിക്കുവാൻ അള്ളാഹു പോംവഴി ഒരുക്കുന്നു, അയാൾ വിചാരിക്കാത്ത മാർഗത്തിൽ. സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചു നോക്ക്, വല്ലാത്തൊരു അത്ഭുതമാണ്, വല്ലാത്തൊരു അത്ഭുതമാണ്. അതാണ് വയർസുഖുഹു, അവൻ നിങ്ങൾക്ക് റിസ്ക്, ഉപജീവനം നൽകും, മിൻ ഹൈതു ലാ യഹ്തസിബ്, നിങ്ങൾ വിചാരിക്കാത്ത വഴിയിൽ, നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത
വഴിയിൽ. അതുകൊണ്ട് എന്റെ ഖുതുബ കേൾക്കുന്ന യുവാക്കളോടും എല്ലാവരോടും അസാൻമാർഗികമായ മാർഗത്തിലൂടെ സമ്പാദിച്ചിട്ട് അങ്ങോട്ട് നേടിക്കളയാം എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അത് നിങ്ങളുടെ ഉപജീവനത്തിന് കോട്ടമാണ് ഉണ്ടാക്കുക. നിങ്ങൾക്ക് പ്രയാസങ്ങളാണ് അതിന്റെ പിന്നിൽ നിന്ന് വരിക. നേരെ മറിച്ച് അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മനുഷ്യന് 300 രൂപയാണ് വരുമാനമെങ്കിൽ ആ 300 രൂപ കൊണ്ട് സുഗമമായി ജീവിക്കാനുള്ള സംവിധാനം അല്ലാഹു അയാൾക്ക് നൽകും. ഒരു സംശയവും വേണ്ട. വരുമാനം കൂടുക എന്നത് മാത്രമല്ല ജീവിതത്തിന്റെ സൗഖ്യം, ചെലവ് വരാതിരിക്കുക എന്നതും ജീവിതത്തിന്റെ സൗഖ്യത്തിൽപ്പെട്ടതാണ്. അല്ലാഹു ഒരുപക്ഷെ സഹായിക്കുക നമുക്ക് വിചാരിക്കാത്ത ചെലവുകൾ വരാത്ത വിധത്തിലായിരിക്കും. അല്ലേ, ചില ആളുകൾ ജീവിക്കുന്നതാണെന്നില്ലേ, 10,000 രൂപ ശമ്പളത്തിൽ 10-40 കൊല്ലം ഒരേ ഷോപ്പിൽ ജോലി ചെയ്യുന്നവർ നമുക്കറിയാം. അയാൾക്ക് ഒരു ടെൻഷനും ഇല്ല. എന്നാൽ 10,000 ഇടക്ക് 10,000 ഇടക്ക് 12,000 15,000 20,000 അങ്ങനെ വ്യത്യസ്ത ലാഭങ്ങൾ വരുന്ന കച്ചവടക്കാരന് പലപ്പോഴും പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നു. അയാൾക്ക് ഉറങ്ങാൻ കഴിയാത്ത വിഷയങ്ങളുണ്ട്. മറ്റേയാൾ അയാൾക്ക് കിട്ടുന്നതിൽ ഇങ്ങനെ അൽഹംദുലില്ലാഹ് അങ്ങനെ പോവാണ്. നമുക്ക് വേണ്ടത് ആ സൗഖ്യമാണ്. പണം വന്നോട്ടെ, ഒരുപാട് വന്നോട്ടെ, പക്ഷെ എന്ത് വേണം? ആ സൗഖ്യം പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ സമ്പാദ്യത്തിൽ നിന്ന് ലഭിക്കണം. അതിനെന്ത് വേണം? അല്ലാഹനെ സൂക്ഷിച്ച് കിട്ടിയതിൽ തൃപ്തിയടഞ്ഞു. വഇദ് തഅസ്സന റബ്ബുക്കും ലഇൻ ശകർതും, അല്ലാഹുവിന് ശുക്ർ നൽകിക്കൊണ്ട് ഒരു സത്യവിശ്വാസി ജീവിച്ചാൽ അസീദന്നകും, അയാൾക്ക് അല്ലാഹു അത് വർദ്ധിപ്പിച്ചു കൊടുക്കും. എന്നാൽ വലഇൻ കഫർതും, ആരെങ്കിലും ഇതൊക്കെ നിഷേധിച്ച് അല്ലാഹനെ മറന്നാൽ ഇന്ന അദാബി ലശദീദ്, അല്ലാഹുവിന്റെ ശിക്ഷ അതികഠിനമാകും കേട്ടോ എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റിസ്ക് ലഭിക്കാനുള്ള ഒരു മാർഗമാണ് അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നത്. രണ്ടാമത്തേതാണ് അവനിൽ എല്ലാ കാര്യങ്ങളും തവക്കുൽ ചെയ്യുക. നമുക്ക് ഉണ്ടാവണത് വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോ പൈതങ്ങളെയൊക്കെ രാത്രിയിൽ വീട്ടിൽ വെച്ച് വാതിൽ ചാരി പുറത്തേക്ക് ഇറങ്ങുമ്പോ ആകെ ആരുമില്ല, മക്കളെ നോക്കാൻ ആരുമില്ല. എന്റെയൊക്കെ സ്ഥിതി അതാണ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്നല്ലാഹനെ ഏൽപ്പിച്ചിട്ടാ ഇങ്ങോട്ട് വരുന്നത്. ഇനി അല്ലാഹ് നോക്കിക്കോളുമെന്ന വിശ്വാസമാണ് നമ്മുടെ ആദർശം. പ്രിയപ്പെട്ടവരെ, നമുക്കുമുണ്ട് അതേപോലെ മാതാപിതാക്കൾ നമ്മുടെ നാട്ടിൽ ഇല്ലേ? തവക്കൽതു അലല്ലാഹ്, അല്ലാഹുവിൽ തവക്കുൽ ചെയ്തിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്നത് അല്ലേ? ആ തവക്കുൽ ഉണ്ടായാൽ ഫതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബുഹ്, തവക്കുൽ ചെയ്താൽ പ്രിയപ്പെട്ടവരെ അല്ലാഹനെ ബരമേൽപ്പിച്ചാൽ കാര്യങ്ങൾ നടത്താൻ കഴിവുള്ളവനാണവൻ. നമ്മളാരും അവിടെ ആവശ്യമില്ല. അല്ലാഹനെ ഏൽപ്പിച്ചാൽ, ഇനി അല്ലാഹനെ ഏൽപ്പിച്ചിട്ടില്ലെങ്കിൽ 10,000 അവിടെ ഉണ്ടായാലും പ്രയാസങ്ങൾ വന്നേക്കും. അതുകൊണ്ട് ഏത് കാര്യവും അല്ലാഹുവിന്, അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ബിസ്മി ചൊല്ലാൻ. എന്തിനും ബിസ്മില്ല, എന്ത് തുടങ്ങുമ്പോഴും ബിസ്മില്ല, എവിടേക്ക് പുറപ്പെടുമ്പോഴും ബിസ്മില്ല, എന്ത് ഭക്ഷിക്കുമ്പോഴും എന്ത് കുടിക്കുമ്പോഴും ഏത് ആപത്തിലേക്ക് വരുമ്പോഴും പോലും ബിസ്മില്ലാഹ് അർറഹ്മാനിർ റഹീം, ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഹൗലും ഖുവത്തും അല്ലാഹുവിൽ നിന്നല്ലാതെ ഇല്ല. ഏത് സൗഖ്യവും ഏത് പ്രയാസവും എല്ലാം റബ്ബിൽ നിന്നാണ്. സൗഖ്യമാണെങ്കിൽ ശുക്റുണ്ട് ഇവിടെ, പ്രയാസമാണെങ്കിൽ സബറുണ്ട് ഇവിടെ. അതാണ് സത്യവിശ്വാസി. അങ്ങനെ അല്ലാഹുവിൽ തവക്കുൽ ചെയ്ത് ജീവിച്ചാൽ പ്രിയമുള്ളവരെ, അല്ലാഹു നമുക്ക് റിസ്ക് നൽകുമെന്ന് പരിശുദ്ധ ഖുർആനിലെ നിരവധി ആയത്തിലൂടെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിക്കുകയാണ്. മൂന്നാമതായി വേണ്ടത് അല്ലാഹുവിന്റെ ഉപജീവനം ലഭിക്കാൻ, മൂന്നാമതായി പ്രിയപ്പെട്ട യുവാക്കളെ ശ്രദ്ധിക്കുക, ഇസ്തിഗ്ഫാർ, പാപമോചനം, അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കൽ, അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യൽ. അത് നമുക്ക് ഉപജീവനം ലഭിക്കാൻ ഒരു കാരണമാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഖുൽതു ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ, നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തിയാൽ അല്ലാഹു അങ്ങേയറ്റം പൊറുക്കുന്നവനാണ്. ആരാ ഇസ്തിഗ്ഫാർ നടത്തുക? എല്ലാവരും ഇസ്തിഗ്ഫാർ നടത്തണം. പാപം ചെയ്തവർ മാത്രമല്ല, ഏറ്റവും കൂടുതൽ ഇസ്തിഗ്ഫാർ നടത്തിയ ഒരു മനുഷ്യനുണ്ട്. ആരെന്നറിയുമോ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യമായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രവാചകൻ റസൂൽ പറയാ, ദിവസേന 100-ലധികം തവണ ഞാൻ ഇസ്തിഗ്ഫാർ നടത്താറുണ്ട് അല്ലാഹുവിനോട്. പാപം ചെയ്തവരെ, നമ്മുടെ നാട്ടിൽ നമ്മുടെ കൂട്ടത്തിൽ പാപം ചെയ്തവർക്കാണ് അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലാൻ ഏറ്റവും ചാൻസ് ഉള്ളത്. ആ ഇസ്തിഗ്ഫാർ നടത്തിയാൽ അല്ലാഹു ഗഫാറാണ്. വേറൊരാള് പൊറുക്കുന്നതിനേക്കാളും അല്ലാഹു പുറത്തു വരും. ഇന്നഹു കാന ഗഫാറ. ഉഖാല ചന്തയിൽ ദുൽമജാസിൽ പോക്കിരിയായി ജീവിച്ചിരുന്ന നിരവധി ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ അവർക്ക് സ്വർഗമുറപ്പിച്ച 10 ആളുകളിൽ അവർ വരുന്നു.
ഗഫ്ഫാറായ പടച്ചതമ്പുരാൻ പൊറുത്തതിന്റെ പേരിൽ ആലോചിച്ച് നോക്ക്. അള്ളാന്റെ റസൂലിനെ കൊല്ലാനായി പിന്നിൽ നടന്ന മനുഷ്യൻ സ്വർഗാവകാശികളായ പത്താളികളിൽ വരുന്നു. അള്ളാഹു ഗഫ്ഫാറായതിന്റെ പേരിൽ ചിന്തിച്ചു നോക്ക്. സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചു നോക്ക് നിങ്ങൾ. അള്ളാഹു ഗഫ്ഫാറാണ്. ഇനിയോ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ, നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തിയാൽ ആകാശലോകത്തു നിന്ന് മഴ വരും. മഴ വന്നാൽ ഉപജീവനം റെഡിയാണ്. നമുക്കറിയാലോ, മഴ വന്നാലാണ് സസ്യലതാദികൾ മുളയ്ക്കുക, കടലിൽ വെള്ളമുണ്ടാവുക, മത്സ്യങ്ങൾ ഉണ്ടാവുക, നമുക്ക് വരുമാനങ്ങൾ ഉണ്ടാവുക. അതിന് മഴ വേണം, വേണ്ടേ? ജീവൻ നിലനിൽക്കണമെങ്കിൽ മഴ വേണം. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ. ഇനിയോ വയുംദിദുകും ബിഅംവാലിൻ, നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തിയാൽ നിങ്ങൾക്ക് ഒരുപാട് സമ്പത്ത് തരാം. അല്ലാഹു പറയാണ് വയുംദിദുകും ബിഅംവാലിൻ, പോരാ വബനീന, നിങ്ങൾക്ക് മക്കളെ തരാം. സുബ്ഹാനല്ലാഹ്. മക്കൾ ഒരുപാട് ഇങ്ങനെ ചില ആളുകൾക്ക് ജനിക്കുമ്പോ ചങ്ങാതിമാര് ചോദിക്കും, നല്ല ഇസ്തിഗ്ഫാറാണല്ലേ? ഇസ്തിഗ്ഫാർ നടത്തിയാൽ നിങ്ങൾക്ക് മക്കളെ തരാന്ന്, ഇസ്തിഗ്ഫാർ നടത്തിയാൽ നിങ്ങൾക്ക് സമ്പത്ത് തരാന്ന്, ഇസ്തിഗ്ഫാർ നടത്തിയാൽ ആകാശലോകത്ത് നിന്ന് ഉപജീവനം, വെള്ളം തരാം, മഴ വർഷിച്ചു തരാം. ഇനിയോ വയംദിദുകും ബിഅംവാലിൻ വബനീന വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറ, അരുവികൾ ഒഴുകുന്ന കളകളം പാടുന്ന മനോഹരമായ എല്ലാവിധ കായ്ക്കനികളുമുള്ള, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഇതുവരെ രുചിച്ചിട്ടില്ലാത്ത സുന്ദരമായ സ്വർഗീയ രാമന്തരാം ഇസ്തിഗ്ഫാർ നടത്തിയാൽ. എന്താ പണിയുള്ളത് പ്രിയപ്പെട്ടവരെ? അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലിയാൽ മതി. അസ്തഗ്ഫിറുല്ലാഹ് 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 എന്ന് തടി തട്ടാതെ ചെല്ലാനല്ല, മനസ്സിൽ ഇങ്ങനെ വരണം. പടച്ചോനെ, ഇന്റെ ഈ ഇസ്തിഗ്ഫാർ റബ്ബേ നീ കേട്ടിട്ട്, നേരത്തെ ഖുതുബയിൽ പറഞ്ഞതൊക്കെ എനിക്ക് കിട്ടണം. എന്റെ ഇസ്തിഗ്ഫാർ കേട്ടിട്ട് ഞാൻ ഇന്നലെ ചെയ്ത ആ പാപം എനിക്ക് പുറത്തു തരണം. ചെയ്യണം പ്രിയപ്പെട്ടവരെ. റബ്ബ് മാത്രം അറിയുന്ന പാപത്തിന് റബ്ബിനോട് മാത്രം ഇസ്തിഗ്ഫാർ ചെയ്താൽ മതി. മറ്റുള്ളവർക്ക് ഉപദ്രവം തട്ടിയ തിന്മയാണെങ്കിൽ മറ്റുള്ള ആളോട് മാപ്പ് ചോദിച്ചിട്ട് അല്ലാഹുവോട് ഇസ്തിഗ്ഫാർ ചെയ്യണം. അയാളോട് നമുക്ക് ചോദിക്കാൻ സമ്മതിക്കില്ല, നമ്മൾ ഈഗോ സമ്മതിക്കില്ല. നമ്മൾ വിചാരിക്കും അത് രണ്ടജ്ജൊക്കെ ചെയ്ത് അള്ളാഹ് പുറത്തു തരും. പറ്റൂല, തരൂല. അടിമയുമായി നടത്തിയ പ്രശ്നമുണ്ടെങ്കിൽ ആ അടിമയുടെ മുന്നിൽ വരണം. അള്ളാഹുവിന്റെ റസൂൽ പോയിട്ടില്ലേ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് പ്രമാണിമാരോടൊപ്പം മദീനത്തെ പള്ളിയിൽ ഇരിക്കുന്ന വേളയിൽ അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മ മക്തൂം കടന്നു വരുന്നു. അന്ധനായ മനുഷ്യൻ, അള്ളാഹുവിന്റെ റസൂലിന്റെ മുഅദ്ദിനാൻ. പ്രവാചകനിൽ നിന്ന് വല്ലതും കേൾക്കുമെങ്കിൽ അതല്ലേ നല്ലതെന്ന് വിചാരിച്ചു വന്നതാണ്. പ്രമാണികൾക്കോടൊപ്പം ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ആഗമനം റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു എന്ന് വിചാരിക്കുന്നു. റസൂലുള്ള അത്ര പരിഗണിച്ചില്ല. അന്നാണ് പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ആകാശത്തിന്റെ മുകളിൽ നിന്ന് വന്നത്. അബസ വതവല്ല അൻ ജാഅഹുൽ അഅമ, മുഖം തിരിച്ചു കളഞ്ഞുവല്ലോ നബിയെ എന്ന ആയത്തിറങ്ങി. അള്ളാന്റെ റസൂൽ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂമിനെ മൈൻഡ് ചെയ്യത്തിന്റെ പേരിൽ ആയത്ത് വന്നു. നിങ്ങൾക്കറിയൂ, പിന്നീട് സദസ്സിലേക്ക് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം വരുമ്പം അള്ളാന്റെ റസൂലിന്റെ ചുമലിലുള്ള ഷാളെടുത്തിട്ട് വിരിച്ചിട്ട് പറയും, അള്ളാഹു എന്നെ ഗുണദോഷിച്ച മനുഷ്യ, എന്നെ ഗുണദോഷിക്കാൻ കാരണമായ സഹോദര ഇരുന്നാലും എന്ന് പറഞ്ഞിട്ട് കണ്ണു കാണാത്ത അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂമിനെ അള്ളാന്റെ റസൂൽ ആദരിച്ചിരിക്കും, സ്വാഗതം ചെയ്യും. അങ്ങനെ എത്ര ആയത്തുകൾ റസൂലുള്ളാഹിനെ തിരുത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് എത്ര സ്ഥലങ്ങളിൽ തനിക്ക് പിഴച്ചിട്ടുണ്ടോ എന്ന് പേടിച്ചപ്പോൾ നിയമങ്ങൾ മാറ്റിയിട്ടുണ്ട് പലപ്പോഴും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂദർ അൽ ഗഫാരി ബിലാൽ ഇബ്നു റബാഹയെ കറുത്തവരുടെ മകനെ എന്ന് വിളിച്ചു. കേസ് റസൂലുള്ളാഹിന്റെ കോടതിയിലെത്തി. പ്രവാചകൻ പറഞ്ഞു, അല്ല അബൂദറെ, നിനക്ക് പഴയ ജാഹിലിയത്ത് വിട്ടിട്ടില്ല അല്ലേ? എന്താ അബൂദർ ചെയ്തത്? തല മണ്ണിലിങ്ങനെ മുഖം വെച്ചിട്ട് ബിലാൽ ഇബ്നു റബാഹയോട് പറയും, ചവിട്ടിക്കോളെ എന്നെ, എങ്ങനെയെങ്കിലും ആ പാപം ഇവിടുന്ന് തീരട്ടെ, എന്നെ താങ്കൾക്ക് ശിക്ഷിക്കാം, അടിക്കാം, തൊഴിക്കാം. ബിലാൽ എന്താ ചെയ്തത്? സാരമില്ല സഹോദര, വിട്ടേക്ക്. അതായത് ആ നാട്ടിൽ ആ സ്പോട്ടിൽ വെച്ച് തിരുത്തണം അവര്. അങ്ങനെ തിരുത്താൻ കഴിയണം. പണിക്കാരോട് മോശമായി പെരുമാറിയവരില്ലേ, അതോണങ്ങ് മറന്നു. ചില ആളുകളുടെ ഒരു ധാരണ ഞാൻ പറഞ്ഞുതരാം. വിശ്വാസികൾ തമ്മിലാണ് പ്രശ്നമെങ്കിൽ പല ആളുകളുടെയും ഒരു കള്ള ശുഭപ്രതീക്ഷ ഉണ്ടെന്നറിയോ? ഓൻ എന്തായാലും വിശ്വാസിയല്ലേ, ഓനങ്ങ് പുറത്തു തരും. നമ്മൾ മരിച്ചാല് ഓൻ അങ്ങനെ വാശിക്കൊന്നും നിൽക്കുമല്ലോ, ഓനങ്ങ് പുറത്തോളും. പറ്റൂല. കാരണം എന്താണെന്നറിയോ? അത് വേറൊരാൾക്കും ചെയ്തു തരാൻ പറ്റാത്തതാണ്. അയാൾ തന്നെ പുറത്തു തരണം.
ആ പൊറുക്കലിനെ ചോദിക്കലിലാണ് പ്രസക്തി. അയാൾ തെരല് വേറെ. മക്കം ഫതഹിൽ അല്ലാഹുവിന്റെ റസൂലിനെ എത്ര പീഡിപ്പിച്ചു അവർ, ഓർമ്മയില്ലേ? ശഅബ് അബീ ത്വാലിബ് മലയിൽ അല്ലാഹുവിന്റെ റസൂലിനെയും സഹാബത്തിനെയും പട്ടിണിക്കിട്ടു. റസൂലുള്ളാഹ് ഒരുപാട് ബേജാറായി. പൈതങ്ങളായ ചെറിയ മക്കൾ കരയാൻ തുടങ്ങി. പച്ചിലകൾ തിന്നേണ്ടി വന്നു. ഉണങ്ങിയ മരക്കഷ്ണങ്ങൾ വെള്ളത്തിൽ കുതിർത്ത് തിന്നുന്ന അവസ്ഥ അല്ലാഹുവിന്റെ റസൂലിനുണ്ടായി. റസൂലും സഹാബത്തും, റസൂലിന്റെ സഹാബത്ത് അല്ലാഹുവിന്റെ റസൂലേ, നമുക്കിനി എപ്പോഴാണ് മതാ നസ്റുല്ലാഹ്, അല്ലാഹുവിന്റെ സഹായം എപ്പോഴാണ് ഇനി കിട്ടുക റസൂലേ എന്ന് പറഞ്ഞ് വിശന്നിട്ട് പശിയടക്കാൻ കഴിയാതെ പ്രവാചകന്റെ അടുക്കലേക്ക് വരുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പൊക്കിക്കൊടുക്കേണ്ടതാ. പള്ളയില് അല്ലാഹുവിന്റെ റസൂൽ കല്ല് വെച്ച് കെട്ടിയിട്ടുള്ളത് അറിയോ? ഒരിക്കൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശന്നിട്ട് വീട്ടിന്റെ പുറത്തേക്ക് ഇറങ്ങിയതാ. അപ്പോൾ ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു വരുന്നു, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ്. എന്താ അബൂബക്കർ ഈ സമയത്തോടെ പരസ്പരം ചോദിച്ചപ്പോ അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, വിശന്നിട്ട് കിടക്കാൻ കഴിയണില്ല. ഉമർ ഖത്താബ് അന്നേരം പറയാണ്, എന്റെയും പ്രശ്നം അതാണ്, വിശന്നിട്ടേ വീട്ടിൽ കിടക്കാൻ കഴിയേറ്റ് പുറത്തിറങ്ങിയതാ. രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോ അപ്പുറത്തൊരാള്, ആരാന്നറിയുമോ? നമ്മുടെ മുത്തു റസൂൽ, പാവങ്ങളുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് വന്നു. എന്താ ഈ സമയത്ത് ഇവിടെ എന്ന് റസൂൽ ചോദിച്ചപ്പം സഹാബത്ത് തിരിച്ചും ചോദിച്ചു. റസൂൽ പറഞ്ഞു, വിശന്നിട്ടേ കിടക്കാൻ വയ്യ, പുറത്തിറങ്ങിയതാ. ആർക്കെങ്കിലും ഇന്നുവരെ, പ്രിയപ്പെട്ടവരെ, ആർക്കെങ്കിലും ഇന്നുവരെ വിശന്നിട്ട് കിടക്കാൻ കഴിയാത്തൊരവസ്ഥ നമുക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ആരായി പ്രവാചകൻ? എല്ലാം എടുത്തു കൊണ്ടുപോയി കൊടുക്കാൻ മാത്രം സ്നേഹമുള്ള സഹാബത്തുള്ള ഖാലിദ് ബിൻ വലീദിനെ ഓർമ്മയില്ലേ? റസൂലുള്ളാഹിയെ വല്ലാതെ ഉപദ്രവിച്ച ഖാലിദ്, ആ ഖാലിദിന്റെ മയ്യത്ത് കുളിപ്പിച്ച സഹാബത്ത് പറഞ്ഞു, ഖാലിദിന്റെ രോമകൂപങ്ങളിൽ ഒരു സ്ഥലത്തുമില്ല മുറിവില്ലാത്തൊരിടം. എന്താ ചെയ്തത്? ഖാലിദ് ഇസ്ലാം സ്വീകരിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് പ്രവാചകനെ, അതിന് പകരമായി അള്ളാഹുവിന്റെ റസൂലിന് പരിചയമായിട്ട് ഈ ഖാലിദ് ഉണ്ടാകും എല്ലാ യുദ്ധത്തിലും. റസൂലുള്ളാഹിക്ക് വന്ന വെട്ടുകൾ, റസൂലുള്ളാഹിക്ക് വന്ന അമ്പെയ്ത്തുകൾ ചില്ലറയായിരുന്നില്ല, എല്ലാം ഏറ്റെടുത്തു ഈ യുവാവ് ഖാലിദ് ഇബ്നുൽ വലീദ്. അങ്ങനെ സ്നേഹിച്ചവരുണ്ടവരെ. എന്നിട്ടും റസൂലുള്ളാഹി വിശക്കുക, പ്രവാചകൻ വിശപ്പുണ്ടാവുക. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക, ഇസ്തിഗ്ഫാർ നടത്തിയാൽ അള്ളാഹു പാപം പുറത്തു തരും, അള്ളാഹു ഈ ഉപജീവനം തരും. ഈ റിസ്ക് നമ്മുടെ സ്വന്തത്താൽ ഉണ്ടാക്കുന്ന റിസ്കിന്റെ രുചിയുണ്ടല്ലോ, മറ്റൊന്നിലും നിന്നും ലഭിക്കില്ല. 3 തരത്തിലാണ് ഒരു മനുഷ്യന് ഈ സംഗതി സ്വീകരിക്കാൻ പാടുള്ളൂ. പണമായാലും വസ്തുക്കളായാലും ഭൂമിയിൽ ഒരു വിശ്വാസിക്ക് 3 തരത്തിലേ സ്വീകരിക്കാൻ പാടുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് പറ്റാത്തതാണ്. എന്തൊക്കെയാണത്? ഒന്ന്, അധ്വാനിച്ച് സമ്പാദിച്ചത്, വിയർത്തിട്ട് മുഖമൊക്കെ കൈകി ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ക്യാഷ് കൗണ്ടറിന്റെ അടുത്തുനിന്ന് കൈനീട്ടി വാങ്ങിയിട്ട് ആ കീശയിലിട്ട് പോകുന്ന ആ തൊഴിലാളിയുടെ മനോഹരമുണ്ടല്ലോ, അന്തസ്സുള്ള ആ 350 രൂപക്ക് ആളുകളെ പറ്റിച്ചുണ്ടാക്കിയ 3500-നേക്കാളും രുചിയാണ്, ഒരു സംശയവും വേണ്ട. അന്തസ്സോടെ. രണ്ടാമത്തതോ ഹദിയ സ്വീകരിക്കൽ, സമ്മാനങ്ങൾ വാങ്ങൽ. ആളുകൾ ചിലപ്പം വാങ്ങിത്തരും, കൂട്ടുകാർ വാങ്ങിത്തരും. നമ്മളൊക്കെ ധരിച്ചിരുന്ന പെരുന്നാൾ കുപ്പായങ്ങൾ പലപ്പോഴും വാപ്പാന്റെ സുഹൃത്തുക്കളോടൊപ്പം അങ്ങാടിയിൽ അവസാനത്തെ രാത്രിയിൽ, മാസം കണ്ടെന്ന് രാത്രിയിൽ ചങ്ങാതിമാരോടൊപ്പം അങ്ങാടിയിൽ പർച്ചേസ് ചെയ്യുന്നതിനിടയിൽ നിന്റെ മക്കൾക്ക് എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉത്തരമില്ലാതെ തലതാഴ്ത്തിപ്പോകുന്ന പിതാക്കൾക്ക് ആ പിതാവിന്റെ ചങ്ങാതിമാര് വാങ്ങിക്കൊടുക്കുന്ന കുപ്പായത്തുണികളുണ്ട്. അതിന്റെ മാധുര്യം ചെറുതല്ല പ്രിയപ്പെട്ടവരെ. വാപ്പിപ്പ് കൊണ്ടുവരുമെന്ന് വിചാരിച്ച് 12 മണി വരെ കണ്ണും നട്ട് കിടന്ന കുട്ടി അവസാനം ഉറങ്ങിപ്പോയി. തനിക്ക് ഡ്രസ്സില്ലെന്ന് വിചാരിച്ച് രാവിലെ എഴുന്നേൽക്കുമ്പോൾ വാപ്പ പൊളിച്ചു കൊടുക്കുന്ന കുപ്പായത്തിന്റെ രുചിയുണ്ടല്ലോ, എന്താ സന്തോഷം. അങ്ങനെയൊക്കെ കുപ്പായിട്ടവരാ നമ്മളെല്ലാരും, അല്ലേ? അങ്ങനെ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഹദിയയായി കൊണ്ടുവരുന്നതിന്റെ സൗരഭ്യം, അതിന്റെ സുഗന്ധം, അതിന്റെ രുചി അത് അപാരമാണ്. മോഷ്ടിച്ചു കൊണ്ടുവരുന്ന മുതൽ പോലെയല്ല അത്. ഹദിയ സ്വീകരിക്കണം. മൂന്നാമത്തേതെന്താ? സകാത്തും സ്വതക്കയും. അർഹനാണോ? ആകാശത്തുള്ളവൻ ഭൂമിയിലുള്ള ധനാഢ്യരെ കൊണ്ട് നിങ്ങളുടെ വീടുകളിൽ എത്തിക്കും. പ്രിയപ്പെട്ട സമ്പത്തുള്ളവരെ, നമ്മളുടെ സമ്പത്ത് 2.5% നമ്മളുടേതല്ല, പാവപ്പെട്ടവരുടേതാണ്. സ്വതക്ക ചെയ്യുന്നവരെ മത്സരിക്കുക. നമ്മളുടെ കൂട്ടത്തിൽ, നമ്മുടെ കൂടെ ജീവിക്കുന്നവരിൽ, നമ്മുടെ സലാം മടക്കുന്നവരിൽ, നമ്മുടെ കൂടെ സ്വഫിൽ നിൽക്കുന്നവരിൽ, സമ്പത്തില്ലാത്തതിന്റെ പേരിൽ കഷ്ടപ്പെടുന്ന ഒരു വാപ്പയും
കച്ചവട മഹല്ലിൽ ഉണ്ടാകരുത് എന്ന് തീരുമാനിക്കാൻ സമ്പത്തുള്ളവർക്ക് സാധിക്കണം. ഇല്ല എങ്കിൽ അവരൊരു പക്ഷേ നിങ്ങളുടെ മുന്നിൽ വരില്ല. ലിൽ ഫുഖറാഇൽ ലദീന ഉഹ്സിറു ഫീ സബീലില്ലാഹ് ലാ യസ്തതിഊന ദർബൻ ഫിൽ അർളി യഹ്സബുഹുൽ ജാഹിൽ അഗ്നിയാ മിനത് തഗഫുഫ്. പരിശുദ്ധ ഖുർആനിലെ മനോഹരമായ ഒരു ആയത്തുണ്ട്. നിങ്ങളിൽ ഏറ്റവും ഫഖീറായവൻ ആരാണെന്നറിയോ? അയാളെ കണ്ടാ നിങ്ങൾക്ക് മനസ്സിലാവൂല. അയാൾ സന്തോഷത്തിലായിരിക്കും. ഉള്ളതിൽ നല്ല കുപ്പായം അയൺ ചെയ്ത് നിങ്ങളുടെ മുന്നിലുണ്ടാകും. നിങ്ങൾ സമ്പത്തുള്ളവർ പാവപ്പെട്ടവർക്ക് ഭക്ഷണം എത്തിക്കുന്ന പണിയെടുക്കുന്നവരിൽ അവനുണ്ടാകും. പക്ഷെ അവൻ ഒരിക്കലും താനും ഇതിനർഹനാണെന്ന് പറയില്ല. മനസ്സിലായോ? അങ്ങനെയുള്ള ആളുകളുടെ നമ്മുടെ കൂട്ടത്തിൽ ചിലർ പറയും, ഈ ഇടയിൽ നിൽക്കുന്നോലാ കഷ്ടപ്പെടുന്നത്. പാവപ്പെട്ടവന് പണക്കാരിൽ നിന്ന് കിട്ടുന്നുണ്ട്, യഥേഷ്ടം കിട്ടുന്നുണ്ട്. പെരുന്നാളൊക്കെ കഴിഞ്ഞാൽ അങ്ങാടിയില് ഈ ബിരിയാണിയുടെ അരി തിരിച്ചു വിൽക്കാൻ അവർ വരും ക്യൂ ആയിട്ട്. എന്നാൽ കൊണ്ടുപോയി കൊടുത്തവന്റെ വീട്ടിൽ, പ്രിയപ്പെട്ടവരെ, ആ കൊടുത്ത കിറ്റിൽ നിന്നുള്ള ചില സാധനങ്ങൾ കണ്ടിട്ടേ ഉണ്ടാവില്ല അയാൾ. അതുകൊണ്ട് തെരഞ്ഞു പിടിച്ചോളി. ആളുകളുടെ കുറ്റം മാന്തിയെടുക്കുന്നതിന് പകരം ആളുകളുടെ ഇല്ലായ്മയെ മാന്തിയെടുത്ത് ഒരാളുടെയും സർട്ടിഫിക്കറ്റ് കാത്തു നിൽക്കാതെ ആ വീടകങ്ങളിൽ എത്തിക്കാൻ നമുക്ക് കഴിയണം. അതിനുള്ള ദാഷ്ട്യമാണ് സമ്പത്തുള്ള ആളുകൾക്ക് ഇനി ഉണ്ടാവേണ്ടത്. എങ്കിലോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ റിസ്ക് വിശാലമാക്കും. ഒരു സംശയവും വേണ്ട. അല്ലാഹുവിന്റെ റസൂല് സത്യം ചെയ്തു പറഞ്ഞൊരു സാധനമാണ്, നിങ്ങൾ മറ്റുള്ളവരെ സഹായിച്ചോളി, ഒരു രൂപ നിങ്ങൾക്ക് കുറവ് വരില്ല എന്ന് റസൂലുള്ളാഹിയാ പറഞ്ഞത്. അതുകൊണ്ട് അവിടേക്ക് നമ്മൾ പോകണം. റിസ്ക് വിശാലമാക്കാൻ ഇസ്തിഗ്ഫാർ വ്യാപിപ്പിക്കുക. നാലാമതായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങളുടെ ഉപജീവന മാർഗം എപ്പോഴും ലഭിക്കണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, നിങ്ങൾ കുടുംബ ബന്ധം ചേർത്തോളൂ. ശരിക്കും പരിശോധിച്ചോളൂ. നമ്മളെല്ലാവരും പരിശോധിക്കുക. ശരീരം ടൈറ്റ് വന്നില്ലേ? എന്തുകൊണ്ടാണ്? മുമ്പത്തെ സുഖപ്പ് കിട്ടുന്നുണ്ടോ? കിട്ടില്ല. മുമ്പത്തെ കച്ചവടപ്പുണ്ടോ? ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ ചെലവിലേക്ക് പോകുന്നില്ലേ? പോകുന്നുണ്ട്. പഴയ സേവിങ്സ് വരുന്നുണ്ടോ? വരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ചില സ്ഥാപനങ്ങൾ പൂട്ടിപ്പോകുന്നില്ലേ? പൂട്ടിപ്പോകുന്നുണ്ട്. എന്താ സംഭവം? സിലത്തുർ റഹിം, കുടുംബ ബന്ധം പുലർത്താത്തതിന്റെ കാരണമാണ്. ആയുസ് പോലും ലഭിക്കുന്ന അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. പഴയ ആളുകൾ ജീവിച്ച ഉറപ്പം ജീവിക്കാൻ കഴിഞ്ഞു. നമുക്ക് അടിച്ചു പോവാണ്. 30 വയസ്സിൽ, 40 വയസ്സിൽ, 45 വയസ്സിൽ അറ്റാക്ക് ആയിട്ട് പോവാണ്. ആളുകളുടെ ആയുസ്സുകൾ കുറയാണ്. പഴയ വയസ്സന്മാരില്ലാത്ത വീടുകൾ അധികമായി വരുന്നു. അല്ലേ? മുടി നരച്ചവർ എത്ര പേരുണ്ട് ഇവിടെ തന്നെ? ആലോചിച്ച് നോക്ക് നിങ്ങൾ. വയസ്സന്മാരില്ലാത്തൊരു ലോകം. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? കുടുംബ ബന്ധം പുലർത്താത്തവന് ആയുസ് പോലും അല്ലാഹു നൽകില്ല എന്നാണ്. അതായത് കുടുംബ ബന്ധം പുലർത്തിയവന് ആയുസ് അല്ലാഹുവിന്റെ റസൂൽ പറയാ ദീർഘിപ്പിച്ചു കൊടുക്കുന്നു. ഇനിയോ ഇവിടെ പറയുന്നത്, കുടുംബ ബന്ധം പുലർത്തിയാൽ അവനെ സംബന്ധിച്ചിടത്തോളം അവന് റിസ്ക് വർദ്ധിപ്പിച്ചു കൊടുക്കും. ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉർ റഹിം. ഇനിയോ കുടുംബ ബന്ധം മുറിച്ചവന് സ്വർഗ്ഗല്യട്ടവും, സ്വർഗത്തിലേക്ക് നോ എൻട്രി. അവിടേക്കുള്ള പ്രശ്നമില്ല. അയാൾ എന്ത് മല മറിച്ചിട്ടും കാര്യമില്ല, സ്വർഗം കിട്ടൂല. അതുകൊണ്ട് ആരെങ്കിലും കുടുംബത്തിലുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ടാ പറയുന്നത്. നമ്മുടെ കയ്യിൽ വാട്സപ്പില്ലേ അസ്സലാമു അലൈക്കും എന്നുള്ള എത്ര ഐക്കണുകളുണ്ട് നമ്മുടെ കയ്യിൽ? ചിരിക്കുന്നതും ലവ് ഉള്ളതും എത്ര ഐക്കണുകളുണ്ട്? ഒരു അസ്സലാമു അലൈക്കും പറഞ്ഞൊരു ഐക്കൺ അയച്ചാൽ മതി, അനങ്ങണ്ട, പ്രശ്നം സോൾവ് ആവും. പർവ്വതം പോലെ കത്തി സ്ഫോടനം നടന്ന പ്രശ്നം നിങ്ങളുടെ ഒരു ഐക്കണിൽ അങ്ങോട്ട് തീരും. സംശയം വേണ്ട. കാക്ക പുറത്ത് നിന്ന് കിട്ടുമെന്ന് പറഞ്ഞു ഓടുന്നൊരു ചിഹ്നം കണ്ട് അയച്ചാൽ മതി. അവിടെ ഫോണും പിടിച്ച് നിങ്ങളൊക്കെ ചിരിക്കും. അത്രയും എളുപ്പമാണ് പ്രിയപ്പെട്ടവരെ. മുഖത്തോട് മുഖം നോക്കിയിട്ട് സലാഞ്ചലി കെട്ടിപ്പിടിക്കുന്ന പ്രശ്നം പോലും ഇപ്പൊ ആവശ്യമില്ല. അതിനാ റബ്ബ് തന്നത്. അതുകൊണ്ട് കുടുംബ ബന്ധം പുലർത്തുക. വാപ്പനോടും ഉമ്മനോടും. വാപ്പനോടൊക്കെ പലർക്കും ദേഷ്യം ഉണ്ടാകും. നമുക്ക് ചിലപ്പം സ്ഥലമോഹരി വെക്കുമ്പോ നമ്മൾ വിചാരിക്കാത്തിടായിരിക്കും വാപ്പ എഴുതി വെച്ചത്. നമ്മൾ വിചാരിക്കാത്തൊരു സ്ഥലം ഇളയ അനുജന് വാപ്പ എഴുതി കൊടുത്തിട്ടുണ്ടാവും. കൊടുത്തോട്ടടോ. അതും കൊണ്ടൊന്നും നിങ്ങൾ അനുജം പോവില്ല. നിങ്ങൾ കൊണ്ടുപോയി ആക്കുന്ന ഖബറിടങ്ങളിൽ ആധാരവുമായിട്ട് നിങ്ങൾ അനുജം പോവില്ല. അതുകൊണ്ട് കുടുംബ ബന്ധം എന്ത് കാരണത്താൽ ഉസ്താദ് നിങ്ങൾ പറഞ്ഞ പോലൊന്നല്ല, ചതി എന്നെ ചതിച്ചിട്ടുണ്ട്, എന്റെ സ്വത്തും മോതലും അങ്ങനെ ആക്കിയിട്ടുണ്ട്, എന്റെ ഭാര്യയെ അങ്ങനെ ആക്കിയിട്ടുണ്ട്, എന്റെ മക്കളെ എങ്ങനെ ആക്കിയിട്ടുണ്ട്, എന്തോ ആയിക്കോട്ടെ, കുടുംബ ബന്ധം മുറിക്കരുത് പ്രിയപ്പെട്ടവരെ. നിങ്ങളുടെ റിസ്കിനെ അത് ബാധിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഞ്ചാമതായി പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മം ചെയ്യൽ. ഞാൻ നേരത്തെ പറഞ്ഞതിൽ നമുക്ക് ഉൾപ്പെടുത്താം. ധർമ്മം ചെയ്യുക അള്ളാഹിന്റെ മാർഗത്തിൽ. അള്ളാഹു പ്രതിഫലം തരണം. മറ്റൊരു പ്രതിഫലവും മറ്റൊരു കീർത്തിയും നമുക്ക് വേണ്ട. നമ്മൾ ദാനം ചെയ്യുക, ആളുകളെ സഹായിക്കുക. ആറാമതായി സാധുക്കളെയും പാവങ്ങളെയും സഹായിക്കൽ.
പലപ്പോഴും നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സക്കാത്തൊക്കെ കൊടുക്കുമ്പോൾ സദക്കയെല്ലാം കൊടുക്കുമ്പോൾ നമ്മൾ ആർക്കാ കൊടുക്കുകയെന്നറിയോ? നമ്മളെ ഡ്രൈവർക്ക്, നമ്മളെ വീട്ടിൽ നടക്കുന്നവർക്ക്, നമ്മളെ വീട്ടിൽ അടിച്ചാൽ. കാരണം എന്താ? ഓരിക്കത് ഇൻസെന്റീവും കൂടിയായിട്ട് ഫീൽ ചെയ്യും. ഓരെങ്ങോട്ടും പോവില്ല. നമ്മളെ തൊഴിലാളിക്ക് അർഹനായവരുണ്ടാകും, അയൽവാസിയില് അപ്പുറത്തുണ്ടാകും, അവർക്ക് നമ്മൾ കൊടുക്കാറില്ല. വീട്ടിൽ വിരുന്ന് വരുന്നവർക്ക് എപ്പോഴും സക്കാത്തിന് അർഹതയാന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മളെ വങ്ങക്കും കൊടുക്കണം. കുടുംബക്കാർക്കൊക്കെ കൊടുക്കണം, ഈ പറഞ്ഞവർക്കൊക്കെ കൊടുക്കണം. കൊടുക്കണ്ടെന്നല്ല, അവരിൽ അങ്ങോട്ട് ഒതുക്കിയിട്ട് അങ്ങനെ എന്ത് ചെയ്യും? തീർത്ത് കളയും. പറ്റൂല. അർഹതയില്ലാത്ത ആർക്കും അത് കിട്ടരുത് സക്കാത്ത്. ഇനിയോ അർഹതയുള്ള ആളുകളെ തെരഞ്ഞു പിടിച്ച് കൊണ്ടുപോകാനുള്ള സംവിധാനം ഇവിടെയൊക്കെ ഉണ്ടത്. എല്ലാരും ഏൽപ്പിക്കുക. ബൈത്തുൽ മാലുണ്ട് ഇവിടെ, സക്കാത്ത് സെല്ലുണ്ട് ഇവിടെ. നല്ല സംവിധാനങ്ങളുണ്ട് ഈ ബാംഗ്ലൂരിൽ പോലും, അല്ലേ? ഈ ഒരു സുന്ദരമായ ബിൽഡിംഗിൽ ഈ അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഈ 6 നിലയുള്ള സമുച്ചയം, ഈ മസ്ജിദ് ഉണ്ടാക്കിയതിന്റെ പിന്നിലുള്ള ആളുകൾക്ക് അള്ളാഹുവേ ഉന്നതമായ പ്രതിഫലം നീ നൽകണമേ നാഥ. ചിന്തിച്ചു നോക്ക്, ആർക്ക് പറ്റിയിട്ടുണ്ട്? ലക്ഷങ്ങൾ കൊണ്ട് കളിച്ചിട്ട് ഒരു സെന്റിൽ ഒരു ഷെഡ് കെട്ടിയിട്ട് 4 ആളെ കൊണ്ട് സുജൂദ് ചെയ്യിപ്പിക്കാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ ആലോചിച്ചോളി. മരിക്കുന്നതിന് മുമ്പ് അത് ചെയ്തോളൂ. ഇനി ഈ പള്ളിയിൽ എത്ര സുജൂദുകൾ നടക്കുന്നുവോ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾക്കും ഈ പള്ളിയെ സഹായിച്ച ആളുകളുടെ അക്കൗണ്ടിൽ ഇങ്ങനെ പോവാണ്, തുര പോവാണ് പ്രതിഫലം. നമ്മളൊക്കെ ശ്രദ്ധിക്കണം. എല്ലാവരും എവിടെ സ്പേസ് ഉണ്ടോ അവിടെ ഒരു മുറി പീഡിമുറിയാ നമ്മൾ ചിന്തിക്കുക. പറ്റൂല. ഒരു ചെറിയ റസൂലുള്ളാഹിക്ക് പള്ളി ഉണ്ടാക്കി എങ്ങനെയാണെന്നറിയോ? ഒരു യാത്രാ സംഘം ഒരു ചെറിയ തണലിന്റെ അടുത്ത്, ഒരു കൽപ്പാറയുടെ അടുത്ത് ഒട്ടകം മുട്ടുകുത്തും. അവിടെ 4 കുറ്റിയടിക്കും. ഒരു വടി മുന്നിൽ അങ്ങോട്ട് കുത്തിയാൽ പള്ളിയായി. പനയോല ചാരി വെക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയുള്ള തുണികളോ വല്ലതോ വെച്ചു മറച്ചാൽ പള്ളിയായി. സുജൂദ് ചെയ്താൽ മതി, അവിടെ ബാങ്ക് തുറന്നാൽ മതി, അവിടെ ഇഖാമത്തുണ്ടായാൽ മതി. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം. പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ നമ്മൾ തയ്യാറാവണം. ഇനിയോ 7ാമതായി ആരാധനയിൽ മുഴുവനായിട്ട് അള്ളാഹുവിന് വേണ്ടി ആരാധന അർപ്പിക്കുന്ന മനസ്സുണ്ടാക്കുക. അതായത് ആത്മാർത്ഥതയോടെ, ഇഖ്ലാസോടെ നമ്മൾ സുജൂദിലേക്ക്, നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, സുജൂദിലേക്ക് പോകുന്ന ഒരു സത്യവിശ്വാസിക്ക് എന്താണ്? ആ അള്ളാഹുവിലേക്ക് എല്ലാം അങ്ങോട്ട് അർപ്പിച്ച് ഏറ്റവും താഴേക്ക് പോകണവൻ, അല്ലേ? എന്താ ആ അടിമക്ക്, എന്തൊക്കെയാണ് ആ അടിമ അള്ളാഹുവിനോട് പറഞ്ഞു കൊടുക്കുന്നത്? ഇഅ്തിദാലിൽ പറയുന്നു, റബ്ബനാ ലക്കൽ ഹംദ് മിൽഅസ് സമാവാതി വമിൽഅൽ അർദ് വമിൽഅ മാ ശിഅത മിൻ ശൈഇൻ ബഅദ്. നിനക്ക് സർവസ്തുതിയും ആകാശലോകങ്ങളും അതിന്റെ അപ്പുറത്തുമൊക്കെയും നിനക്ക് സർവസ്തുതിയും പറയുന്ന പടച്ചോൻ, അത് കേൾക്കുന്ന പടച്ചോൻ നമ്മളോട് കാരുണ്യം കാണിക്കില്ലെന്നാണോ? സുബ്ഹാനകല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗഫിർലി. നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നതോടൊപ്പം നിന്നോട് പൊറുക്കലിനത്തോടും എനിക്ക് പുറത്തു തരണേ, നിനക്ക് സ്തുതി പറയുന്നു, എനിക്ക് പുറത്തു തരണേ എന്ന് ചോദിക്കുന്ന അടിമക്കൊന്നും കൊടുക്കില്ലെന്നാണോ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആരാധനയിൽ മനസ്സ് മുഴുവനും ഉണ്ടാക്കുക. ഇനി റിസ്ക് കിട്ടാനുള്ള ഒരു മാർഗം, എല്ലാവരും വിചാരിക്കും റിസ്ക് പോവുക ചെയ്യാം. റിസ്ക് കിട്ടാനുള്ള ഒരു മാർഗമാണ് ഉംറയും ഹജ്ജും നിർവഹിക്കൽ. കഴിവുള്ള ആളുകൾ ഹജ്ജ്, കഴിവ് എന്ന് പറഞ്ഞാൽ എന്താണ്? കഴിവ് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ വിചാരിച്ചത്? എല്ലാ 3 നില വീടും ഫ്ലാറ്റും വാടകയെല്ലാം കൊടുത്ത് എല്ലാം ക്ലിയർ ആക്കിയിട്ട് വെടക്കായിട്ട് ഇങ്ങനെ വേണ്ടാത്തൊരു പൈസ ഇങ്ങനെ കാണുമ്പോ അതല്ല കഴിവ്. നമ്മൾ ബാക്കിയൊക്കെ വാങ്ങിയില്ലേ, കാറ് വാങ്ങിയില്ലേ, മതിൽ കെട്ടിയില്ലേ, പഴയ മതിൽ പൊളിച്ച് ഹൈറ്റ് കൂട്ടിയില്ലേ, മതിലിന് ഓട് പിടിപ്പിച്ചില്ലേ, അല്ലേ? ഗേറ്റ്മാൻ ഇല്ലാത്തടത്ത് ഗേറ്റ്മാൻക്ക് ഒരു പുര ഉണ്ടാക്കിയില്ലേ, അല്ലേ? പശുവിന് പോലും വാർപ്പിന്റെ ആളുണ്ടാക്കിയില്ലേ, ഇല്ലേ? എല്ലാം ചെയ്തു. അത്യാവശ്യവും ആവശ്യവും അനാവശ്യവും ഒക്കെ ചെയ്തു. പക്ഷെ ഈ ആവശ്യം മാത്രം നമ്മൾ പരിഗണിച്ചില്ല, അതിനായിട്ടില്ല എന്ന് പറയാ. അവസാനം അയാൾ ഉമ്മർ മക്കളെ ചെയ്യുക, ഇയാൾ മരിച്ചു, ആജയിലായിട്ട് ഇയാൾ മരിച്ചു. ഹജ്ജ് ചെയ്യാതെ പറ്റില്ല. പ്രിയപ്പെട്ടവരെ, ഉംറയും ഹജ്ജും നിർവഹിക്കാൻ നിങ്ങൾ ശരിക്കും പരിശോധിച്ചോളി. ആഗ്രഹിച്ചെല്ലാവരും, തീരുമാനിച്ചെല്ലാവരും അത് ചെയ്തു കഴിഞ്ഞു. ബാക്കിയുള്ള ആളുകളൊക്കെ അതിനോടടുത്തെത്തി. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. റിസ്ക് തരാനുള്ള മറ്റൊന്നാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹിജ്റ പോകൽ. ഇസ്ലാമികമായ ജീവിതം, ഇസ്ലാമികമായ ശരീഅത്തിന്റെ കീഴിൽ മറ്റുള്ള പരിക്കുകളേൽക്കാത്ത, വിശ്വാസപരമായ പരിക്കുകളേൽക്കാതെ, ഹറാമിലൊന്നും പെട്ടുപോകാതെ ഒരാൾക്ക് രുജുവായ മാർഗത്തിൽ ജീവിക്കാൻ ആ ഉദ്ദേശത്താൽ അയാൾ ഒരു നല്ല നാട്ടിലേക്ക് മാറുക. അള്ളാന്റെ റസൂലൊക്കെ എന്താ മക്കയിൽ നിന്ന് പിരിയുമ്പോ എന്താ മക്കയോട് പറഞ്ഞത്? മക്ക, എനിക്കിഷ്ടമായിരുന്നു നിന്നെ, ഞാൻ ഈ നാട് വിട്ടു പോകേണ്ടവനായിരുന്നില്ല, പക്ഷേ എന്നെ ഈ നാട്ടുകാർ, എന്റെ കുടുംബക്കാരടക്കം എന്നെ ആട്ടി ഓടിക്കുകയാണ്, എന്നെ കൊല്ലാനിറങ്ങിയിരിക്കുകയാണ്.
എന്നെ കല്ലെറിയുകയാണ്. റസൂൽ അങ്ങനെയാ പോയത്. ചിന്തിച്ചു നോക്ക് പ്രിയപ്പെട്ടവരെ, ഹിജ്റ പോവുക എന്നുള്ളത്. ഇനിയോ മറ്റൊന്നാണ് മതം പഠിക്കുന്നവരെ സഹായിക്കുക എന്നത്. പ്രിയപ്പെട്ടവരെ, അത് ചിന്തിച്ചു നോക്ക്. നമ്മുടെ നാട്ടിലെ മറ്റുള്ള ഭൗതിക സാഹചര്യങ്ങളിലുള്ള പരിപാടികളിലെല്ലാം നമ്മൾ കൊടുക്കുന്ന ഡൊണേഷൻ എത്രയാ? സ്കൂളുകളിൽ, CBSE സ്കൂളുകളിലൊക്കെ ആ റെസീറ്റ് ബില്ല് വരുമ്പോഴേക്കും കുറച്ച് എക്സ്ട്രാ അങ്ങോട്ട് അയച്ചു കൊടുത്ത് ആളാകുക ചെയ്യാം നമ്മൾ. മദ്രസയിലെ ഫീസോ അതവിടക്കട്ടെ. കാരണം മൊയ്ലാർ എന്തായാലും ചീത്ത പറയില്ല, പള്ളി കമ്മിറ്റിക്കാരും ചീത്ത പറയില്ല, നമ്മൾ ഒഴിവാക്കുകയില്ല. അത് നാലും നമുക്കറിയാം. ഇതിന് നമുക്ക് തയ്യാറല്ല. ഇസ്ലാമികമായ എന്തെങ്കിലും സംരംഭങ്ങളിലേക്ക് നമ്മൾ കൊടുക്കണ്ട, അധികമൊന്നും കൊടുക്കണ്ട, വെറും പ്രശ്നമാണ്. നമ്മൾ ചെറിയൊരു പൈസയെ കൊടുക്കും. മതം പഠിക്കുന്ന ആളുകളെ ഏറ്റെടുക്കണം നമ്മളെല്ലാവരും. മതം പഠിക്കാനായി ഒരുത്തം പുറപ്പെട്ടാൽ അവൻ ഏത് സംവിധാനമാണ് അവന്റെ മാതാപിതാക്കൾ ചെയ്തു കൊടുക്കുന്നത്, അതിന് സമ്പത്താണ് തടസ്സമെങ്കിൽ സമ്പന്നരെ ഇറങ്ങണം. നിങ്ങൾ ആ വാപ്പനോട് പറയണം, നിങ്ങൾ പഠിപ്പിക്കുക മോനെ, നിങ്ങൾ അവിടുത്തെ റെസീറ്റ് എന്താണ് നിങ്ങൾ തരി, അവിടുത്തെ ഫീസ് എത്രയാണ് നിങ്ങൾ എന്നോട് പറ, അവിടുത്തെ അക്കൗണ്ട് നമ്പർ എന്റെ വാട്സപ്പിലിട്. നിങ്ങൾ മോനെ അവിടെ പഠിപ്പിക്കണം. എനിക്ക് ആ കുട്ടിയില്ല, എന്റെ കുട്ടിക്ക് അത്ര ബുദ്ധിയില്ല, എനിക്ക് അങ്ങനെ ഒരു മകൻ അള്ള തന്നിട്ടില്ല. നിങ്ങളുടെ മകൻ പഠിച്ചിട്ട് നമ്മുടെ മഹല്ലിൽ അവൻ ഉത്തരവാദിത്വമുള്ള ഒരു പണ്ഡിതനായി മാറണം, ഞാൻ നിങ്ങളെ സഹായിക്കാം എന്ന് പറഞ്ഞിട്ട് ഏറ്റെടുക്കണം. പഠിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി സമ്പത്ത് ചെലവഴിക്കണം പ്രിയപ്പെട്ടവരെ. എങ്കിൽ ആ മനുഷ്യനും അള്ളാഹു ഉപജീവനം നൽകുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അത്തരത്തിൽ സൂക്ഷ്മതയോടെ ജീവിക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം അയ്യുഹന്നാസ് തഖുല്ലാഹ ഇബാദല്ലാഹ് ഉസീകും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ, നമുക്ക് അള്ളാഹു നൽകുന്ന ഉപജീവനത്തിൽ തൃപ്തിയോടെ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ, യാതൊരു പരീക്ഷണവും പ്രയാസവും വന്നാൽ പോലും അള്ളാഹുവിന് ഇഷ്ടമല്ലാത്ത മാർഗത്തിലൂടെ ഞാൻ ഒരിക്കലും സമ്പാദിക്കില്ല എന്ന് തീരുമാനിക്കുവാൻ എന്നോടും നിങ്ങളോടും ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. അള്ളാഹു അതിന് നമ്മെ സഹായിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഇവിടെയൊക്കെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ബഡ്ജറ്റ്, ജീവിതത്തിന്റെ ബഡ്ജറ്റ്, ചിലവുകൾ, വരവുകൾ, ഭാര്യയെയും മക്കളെയും ഒക്കെ ഇരുത്തിയിട്ട് ചെറിയൊരു സൂചനയിൽ നമ്മൾ കൊടുക്കണം. അവരറിയാതെയാണ് ഞാൻ അവരെ സുഖത്തിൽ ജീവിപ്പിക്കുന്നതെന്ന് പറയരുത്. അതൊരു നല്ല വാപ്പാന്റെ നല്ല രൂപമല്ല അത്. മറിച്ച് ഭാര്യക്കറിയണം ഇയാളുടെ വരുമാനം എത്രയാണ്, ഇയാളെ ഇറങ്ങാറാക്കാൻ പറ്റുമോ പറ്റൂലേ, എന്തൊക്കെ പ്രോഗ്രാം ചെയ്യാൻ പറ്റും പറ്റൂല, ഇതൊക്കെയും പറയണം. കാരണം എന്താ അറിയോ, മനുഷ്യനാണ്. പെട്ടെന്ന് മരണപ്പെട്ടാൽ ഈ സഹായിക്കാൻ തയ്യാറായ ഒരു കൂട്ടം ആളുകൾ വീട്ടിൽ അവസാനം വരും. പ്രിയപ്പെട്ട സഹോദരിമാര് ശ്രദ്ധിക്കുക, താങ്കളുടെ ഭർത്താവിന് വല്ല കടവും ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ എനിക്കറിയൂല നിങ്ങൾ പറയരുത്. നിങ്ങൾക്കറിയണം. അദ്ദേഹം എവിടെയെങ്കിലും എഴുതി വെച്ച പുസ്തകമുണ്ടോ, എനിക്കറിയില്ല എന്ന് നിങ്ങൾ പറയരുത്. നിങ്ങളുടെ ഭർത്താവിനെ കൊണ്ട് എഴുതിപ്പിക്കണം. അങ്ങനെ കൃത്യമായ ധാരണയിൽ നീങ്ങിയാൽ കടമായി മരിക്കുന്ന ഭർത്താവിനെ സഹായിക്കാൻ നല്ല യുവാക്കളായ, നല്ല ചെറുപ്പക്കാർ, നല്ല സമ്പന്നർ, നല്ല സ്നേഹിതന്മാർ അവിടേക്ക് കടന്നുവരവും കാത്തു നിൽക്കാതെ നിങ്ങൾ സൂക്ഷ്മതയോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. അതോടൊപ്പം അനാവശ്യമായ ആവശ്യങ്ങളുമായിട്ട് നമ്മുടെ പിതാക്കന്മാരെ നമ്മൾ ബുദ്ധിമുട്ടിക്കരുത്. അവരുടെ വരുമാനവും അവരുടെ സാമ്പത്തിക ഘടനയും എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടേ നമ്മൾ മുന്നോട്ട് ഗമിക്കാവൂ. യുവാക്കളെ, എല്ലാവരോടും എന്നോടും എനിക്ക് പറയാനുള്ളത്, നിലവിൽ വരുന്ന വരുമാനത്തിൽ നിന്നൊരു ചെറിയ ശതമാനം എപ്പോഴും മാറ്റിവെക്കാൻ, സേവിംഗ് ആക്കി വെക്കാൻ, ഇതര ആളുകളുടെ മുന്നിൽ യാചനയോടുകൂടി ജീവിക്കുന്ന ഒരവസ്ഥ നമുക്കും നമ്മുടെ മക്കൾക്കും വരാതിരിക്കാൻ എന്നും ഒരൽപ്പം, ഒരു ചെറിയ ശതമാനം നമ്മൾ മാറ്റിവെക്കുക. നന്മയ്ക്ക് വേണ്ടി, സ്വതക്കക്ക് വേണ്ടി, സക്കാത്തിന് വേണ്ടി, ഉംറക്ക് വേണ്ടി, അങ്ങനെയുള്ള ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കേണ്ടതുണ്ട്. എല്ലാം അടിച്ചു പൊളിച്ച് തീർത്ത് ജീവിക്കുന്നവരായിട്ട് നമ്മൾ മാറരുത്. മറ്റുള്ള ആളുകളോടൊപ്പം ബാലൻസ് ചെയ്യാൻ വേണ്ടി അനാവശ്യമായ സമ്പത്ത് ഉണ്ടാക്കുകയും അനാവശ്യമായ രൂപത്തിൽ ചെലവഴിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവരുത്. അവരോടൊപ്പം അതേ കാറ്റഗറിയിൽ നിൽക്കാൻ വേണ്ടി ആരോരും അറിയാതെ കടം വാങ്ങിയും ലോണെടുത്തും നമ്മളുടെ ജീവിതത്തെ പരിപോഷിപ്പിക്കുന്ന പണി എടുക്കരുത്. സാമ്പത്തികമായി സമ്പത്ത് വരുത്താനും ചെലവഴിക്കാനുമുള്ള സൂക്ഷ്മത നമുക്കെല്ലാവർക്കും വേണം. അള്ളാഹു നമുക്ക് അതിനെല്ലാവർക്കും അള്ളാഹുവിന്റെ സഹായം നൽകി, തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമുക്ക് തീരുമാനിച്ചിരിക്കുന്ന റിസ്കുകളിൽ അള്ളാഹു ബർക്കത്ത് നിറച്ച് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ സമ്പത്തിൽ നിന്ന് ഒരുപാട് ഇബാദത്തുകൾക്ക് വേണ്ടി ചെലവഴിക്കാനുള്ള മനസ്സും അറിവും കഴിവും ഈമാനും നൽകി അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ദാരിദ്ര്യത്തിൽ കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് പ്രിയപ്പെട്ടവരെ. സാമ്പത്തികമായ കടത്തിൽ ഞെരിഞ്ഞ് ഉറങ്ങാൻ കഴിയാത്തവരുണ്ട്. നാഥാ,
അവരെ നീ സഹായിക്കണമേ. നിന്റെ ഖജനാവിൽ നിന്ന് നീ അവർക്ക് സാമ്പത്തികമായ നേട്ടം നൽകണമേ. അവരുടെ കൂട്ടത്തിലുള്ള സമ്പന്നരിൽ നിന്ന് അവരെ സഹായിക്കാനുള്ള തൗഫീഖ് അവർക്ക് നൽകണമേ നാഥ. ഞങ്ങളുടെ കൂട്ടത്തിൽ പ്രയാസങ്ങളുള്ള ആളുകളുണ്ട്. അല്ലാഹുവേ, അവർക്ക് പ്രതിഫലവും ശിഫയും നൽകി അനുഗ്രഹിക്കണമേ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ ഓപ്പറേഷൻ കഴിഞ്ഞ് പ്രയാസത്തിൽ കടന്ന ആ മനുഷ്യൻ മരിച്ചു പോയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ പാപങ്ങൾ പുറത്ത് നിന്റെ ജന്നാത്തുൻ നഈമിൽ നമ്മെയും അവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ നാഥ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അല്ലാഹുമ്മ اشف مرضانا وارحم موتانا. اللهم اشف مرضانا وارحم موتانا. توفنا مسلما والحقنا بالصالحين. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.